My beautiful souls, very good morning. Hope you guys are doing awesome today. So നിങ്ങളുടെ അടുത്ത 12 മണിക്കൂർ ടൈമാണ് നമ്മൾ നോക്കുന്നത് ബിക്കോസ് നിങ്ങൾക്കറിയാം 12 hours നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടില്ല. what I can psychically connect is നിങ്ങളുടെ ലൈഫിൽ അടുത്ത 12 മണിക്കൂർ എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, അടുത്ത ഒരു 12 മണിക്കൂർ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലുള്ള കാര്യങ്ങളോ ഓർ ഇത് നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ നെക്സ്റ്റ് 12 hours പറ്റി. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾ പറയാൻ മറക്കരുത്. ബിക്കോസ് ഐ എം ഓൾസോ ക്യൂരിയസ് ടു നോ ദാറ്റ്. ബിക്കോസ് ഞാൻ ഇതിനു മുൻപ് 12 hours റീഡിങ് ചെയ്തിട്ടില്ല, റൈറ്റ്? സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ആക്ച്വലി നിങ്ങളുടെ വരുന്ന 12 hours നടക്കുന്ന കാര്യങ്ങൾ മേ ബി ലൈക്ക് ചില കാര്യങ്ങൾ അവിടെ സീക്രട്ട് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഓക്കെ, ഓർ മേ ബി ലൈക്ക് നിങ്ങൾക്ക് ചില സർപ്രൈസ് ഉണ്ടാവുന്നുണ്ട്. മേ ബി ഈ ഒരു കാര്യം ഈ സമയം നിങ്ങൾക്ക് വേണ്ടി അൺലീഷ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയുന്ന സമയത്ത് ആ ഒരു സർപ്രൈസ് മേ ബി പോവായിരിക്കാം, റൈറ്റ്? സോ അതാണ് ലൈക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണോ അല്ലെങ്കിൽ മുന്നേ അറിയിക്കണോ, എന്തെങ്കിലും യൂണിവേഴ്സ് ഹിൻഡ് നിങ്ങൾക്ക് ഇതിൽ വേണോ, ഒരു സൈക്കിക് ഹിൻഡ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ വേണോ? ബട്ട് what I can see is ചില ആളുകൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ കേൾക്കുന്നത് നല്ലതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് വേണമായിരിക്കാം, അല്ലേ? സോ മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ വരുന്ന സമയം നിങ്ങളുടെ ലൈഫിൽ അത്രയും ഹോപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. സോ നിങ്ങൾക്ക് എസ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, ആൻഡ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്, നിങ്ങൾക്ക് അതിന് സാധിക്കുമോ, നിങ്ങൾക്ക് അതിൽ വിൻ ചെയ്യാൻ സാധിക്കുമോ, നിങ്ങൾക്കത് കൺവിൻസ് ചെയ്യാൻ സാധിക്കുമോ, നിങ്ങൾക്ക് അത് ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ ചില സിറ്റുവേഷൻ, ഓർ എന്തോ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഉണ്ടായിട്ടുണ്ട്, ആൻഡ് നിങ്ങൾ അതിനെ പറ്റിയിട്ട് ബോധേഡുമാണ്, അല്ലെ? നിങ്ങൾ അതിനെ പറ്റിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി കൺസേൺ ആണ്, നിങ്ങൾക്കത് വേണം, ചില കോൺവെർസേഷൻ നിങ്ങൾക്ക് വേണം. സോ എന്താണോ സംസാരം റിലേറ്റഡ് ആയിട്ട് എന്ത് സിറ്റുവേഷൻ ആണോ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വർക്ക് പ്ലേസ് ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, ചില വ്യക്തികളുമായിട്ടായിരിക്കാം, നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ പാഷൻ ഓർ നിങ്ങളുടെ ഇഷ്ടമുള്ള താല്പര്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഇത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ സംസാരം ഈ ഒരു വരുന്ന 12 hours നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സംസാരം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് തന്നെ കുറച്ച് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം, റൈറ്റ്? സോ എന്തൊരു കാര്യം നിങ്ങളൊരു കോമ്പറ്റീഷനിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, ഐ ഡോണ്ട് നോ എന്താണ് കോമ്പറ്റീഷൻ എന്നുള്ളത്, ബട്ട് മേ ബി ലൈക്ക് നിങ്ങൾ എസ്പെഷ്യലി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലോ, ഓർ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രൊഫഷണലി വരുന്ന സമയത്തോ, ഓർ എന്തെങ്കിലും ഒഫീഷ്യലി കാര്യങ്ങളോ, മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ലീഗലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കാം. അവർ ഈ ഒരു സമയം നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നത് നല്ലതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നുണ്ട് വരുന്ന 12 hours ടൈമിൽ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അവിടെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ പുതിയ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതോ പുതിയ രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതോ ആയിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു പുതിയൊരാളെ മീറ്റ് ചെയ്യുന്നു, ആ വ്യക്തി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം സംസാരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ മേ ബി ലൈക്ക് അവർക്ക് കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കണം. സോ നിങ്ങൾ ആരെയാണ് മീറ്റ് ചെയ്യുന്നത്, ഒന്നുകിൽ നിങ്ങൾ സംസാരിക്കാൻ സാധിക്കാത്ത ആളുകളായിരിക്കാം, ഓർ നിങ്ങൾ ഇന്ന് ഈ ഒരു 12 hours നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ആയിട്ട്, അതായത് മേ ബി ലൈക്ക് അത് ആനിമൽ ആയിരിക്കാം, ബേർഡ്സ് ആയിരിക്കാം. ഓക്കെ, സോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ, സോ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മേ ബി ലൈക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അപ്പിയർ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിൻ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി കോൺവെർസേഷനിലൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, സോ എവിടെയാണോ നിങ്ങൾ അങ്ങനെ സംസാരിക്കേണ്ടതായിട്ടുള്ളത് നിങ്ങൾക്കിതിന് സാധിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു സീക്രട്ട് ആയിട്ട് നിൽക്കുന്നത് ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു സർപ്രൈസിങ് ആയിരിക്കും, അല്ലെ? ഇത് നിങ്ങൾക്ക് മേ ബി ലൈക്ക് ഇത് നിങ്ങൾ കേൾക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു
അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതൊരു ഇതിനെ എങ്ങനെ എന്നെ കൊണ്ട് സാധിച്ചു അല്ലെങ്കിൽ ഇത് കൊള്ളാലോ എന്നുള്ള കൈൻഡ് ഓഫ് സിറ്റുവേഷൻ മേ ബി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മേ ബി ലൈക്ക് ഈ വരുന്ന 12 hours നിങ്ങൾ ചില കാര്യങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കാതെ നിങ്ങൾ പോകുന്ന കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈവൻ അത് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാൻ ഉണ്ടാവും ചില കാര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത്, ഓർ ഇമോഷണലി നിങ്ങൾ ആരായിട്ടാണോ ഇന്നത്തെ ദിവസം കണക്ട് ആയിട്ടുള്ളത്, ഇമോഷണലി ആരാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, അത് ഈവൻ ലൈക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിലോ നിങ്ങളുടെ കോ വർക്കേഴ്സോ ഓർ ആരുമായിരിക്കാം. ഓക്കെ, ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഫയർ ഉണ്ടാവുന്നുണ്ട്. യെസ്, ഇന്നത്തെ ദിവസം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സംസാരിക്കാനും എക്സ്പ്രസ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചില ആളുകൾ അത് ഓവർ റിയാക്ട് ആവും, അല്ലെങ്കിൽ ലൈക്ക് റിയാക്ട് ചെയ്യുന്നത് മേ ബി റൈറ്റ് ടൈമിൽ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കാതെ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നതോ, ചിന്തിക്കാതെ ചില കാര്യത്തിലേക്ക് എടുത്തു പോകുന്നതോ, ഓടി പോകുന്നതോ, അൺപ്ലാൻഡ് ആയിട്ട് ചില കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നതോ, നിങ്ങൾ അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. ഓക്കെ, മേ ബി ലൈക്ക് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു തോന്നൽ ഉണ്ടാവുകയാണ്, സോ നിങ്ങൾ ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ലാണ്ട് നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് മേ ബി നിങ്ങൾ ഡിസപ്പോയിന്റ് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, അഗൈൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് സോ ഇന്നത്തെ ദിവസം നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് അത് പോവണ്ട എന്നുള്ളതല്ല, ബട്ട് അത് പ്രോപ്പറായിട്ട് കൺഫേം ചെയ്ത് നിങ്ങൾ പോകുന്നത് നല്ലതാണ്. അങ്ങനെ നിങ്ങൾ പോയി നോക്കൂ, അല്ലെങ്കിൽ അങ്ങനെ കൺഫേം ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ പോകുന്ന കാര്യം ആ പോകുന്ന സ്ഥലത്ത് അത് ഉണ്ട് എന്നുള്ളത് ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, സോ ചില ആളുകൾ ഓക്കെ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതല്ല, ബട്ട് പോകുന്നതിന് മുൻപ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അതിനൊരു ക്ലാരിറ്റി കൊടുത്ത് അത് കൺഫേം ചെയ്തിട്ട് മാത്രം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക അടുത്തൊരു 12 മണിക്കൂർ. ഓക്കെ, സോ നിങ്ങൾ എന്ത് സംഭവിക്കും, നിങ്ങളുടെ ടൈം എഫേർട്ട് അവിടെ അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ക്വാളിറ്റി കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. നിങ്ങളുടെ ടൈം അവിടെ സേവ് ആവുകയാണ് ചെയ്യാം. റൈറ്റ്, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം അതുപോലെ. കമോൺ ഗൈസ്, റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരു നിങ്ങൾ നേടിയെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം ഈ വരുന്നൊരു 12 hours നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന്റെ പേരിൽ നിങ്ങൾ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യാതിരിക്കുക, റിയാക്ട് ചെയ്യാതിരിക്കുക. ബിക്കോസ് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് വിതൗട്ട് നോ ടൈം. ഓക്കെ, അത് മേ ബി ലൈക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും നിങ്ങളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ടെൻഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓവർ ആങ്സൈറ്റി കാണിച്ച് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ സ്പോയിൽ ചെയ്യേണ്ട, സമയം കൊടുക്കുക, സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യുക. ബിക്കോസ് ചില കാര്യങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരുന്നോ ഉണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് എടുക്കുന്ന സമയത്താണ് നിങ്ങൾക്കറിയാം എവിടെ നിങ്ങൾ ഇനി ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ളത്, അല്ലെ നിങ്ങളുടെ റിയാക്ഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. ബിക്കോസ് ചില കാര്യങ്ങൾ ബിക്കോസ് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വളരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഇത് ആക്ച്വലി നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. ചില കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫിൽ വരുന്ന സമയത്ത് ചില മീറ്റിംഗ്സ്, ചില ആളുകളുടെ കോൺവെർസേഷൻ. ഓക്കെ, സോ അത് എപ്പോഴാണ് സംഭവിക്കുന്നത് ഗൈസ്, ഈ ഒരു വരുന്ന 12 hours നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വളരെ കാം ആവുക, നിങ്ങളുടെ നെർവസ് സിസ്റ്റം വളരെ കാം ആക്കി വെക്കുക. ഓക്കെ, ഒരുപാട് ചിന്തിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും അറിയാത്ത കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് നിങ്ങൾ സ്പോയിൽ ചെയ്യരുത്. എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഇന്നത്തെ ദിവസം എന്തൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചോടെ നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, അല്ലെ? സോ എന്താണ് നിങ്ങൾ കോൺസ്റ്റന്റ്ലി ചിന്തിക്കുന്നത്, നിങ്ങൾ കോൺസ്റ്റന്റ്ലി നിങ്ങളുടെ എനർജി, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഇമോഷൻസ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ബിക്കോസ് ഇതാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാ ടെൻഷൻസും, നിങ്ങളുടെ എല്ലാ ആങ്സൈറ്റിയും, നിങ്ങളുടെ ക്വിക്ക് റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കുക. ഓക്കെ,
ബിക്കോസ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് വളരെ പ്ലസന്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ, വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ വരുന്ന 12 hours നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് വളരെ ഒരു സ്പെഷ്യൽ ഇവന്റ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ കാണാൻ വരുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഒരുങ്ങും അല്ലേ. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇവന്റ് വരുന്ന ഒരു 12 hours കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് ഗെറ്റ് റെഡി സിറ്റുവേഷൻ. ഓക്കെ, ഗെറ്റ് റെഡി വിത്ത് മീ, അല്ലെങ്കിൽ ഗെറ്റ് റെഡി ഫോർ എ ഫംഗ്ഷൻ, ഗെറ്റ് റെഡി ഫോർ എ മീറ്റിംഗ്, ഗെറ്റ് റെഡി ഫോർ എ റൊമാൻറ്റിക് ഡേറ്റിംഗ്. ഓക്കെ, ഗെറ്റ് റെഡി ഫോർ എ ഡേറ്റിംഗ്, ഗെറ്റ് റെഡി ടു മീറ്റ് മീ. ഓക്കെ, സോ ഗെറ്റ് റെഡി ടു മീറ്റ് ദം. റൈറ്റ്. സോ ഇതുപോലത്തെ ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന 12 hours ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ റെഡി ആവുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നുണ്ട്. ആൻഡ് സീ ദിസ് ഇസ് ഗോണ ഹാപ്പൻ. ഓക്കെ, മീറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്. സോ നിങ്ങൾ റൊമാൻറ്റിക് ലൈഫിൽ വരുന്ന സമയത്ത് വളരെ 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 പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഓവർ റിയാക്ഷൻ, നിങ്ങളുടെ ഓവർ ആങ്സൈറ്റി കാരണം നിങ്ങളായിട്ട് ചില കാര്യത്തിലേക്ക് എടുത്ത് ചാടി പോവാതിരിക്കുക. സോ എന്താണ് നിങ്ങൾ അവിടെ കണക്ട് ചെയ്യേണ്ടത്? സോ നിങ്ങളായിട്ടൊന്നും ഫോഴ്സ് ചെയ്യേണ്ട. ഈ ഒരു 12 hours നിങ്ങളായിട്ടൊന്നും ഫോഴ്സ് ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കാണാൻ വരികയാണ്. നിങ്ങളത് മീറ്റ് ചെയ്യാണ്, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാണ്. അത് വസ്തുക്കളോ ആളുകളോ, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണോ, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോ ആരും ആയിക്കോട്ടെ, നിങ്ങൾ വളരെ കാമായി വെക്കുക. ആ ഒരു ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. സങ്കടപ്പെട്ട് അല്ലെങ്കിൽ വിഷമായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ഇമാജിൻ ചെയ്തിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ നിങ്ങൾ എന്ത് സംഭവിക്കും, നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആവുന്ന സമയത്ത്, നിങ്ങൾ ഒരുപാട് ടെൻഷൻ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങൾ തന്നെ ചില കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ റിയാക്ഷൻസ് ഉണ്ടാവുകയാണ്. ഓക്കെ, സോ നിങ്ങൾ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത് പോലെ, അതുകൊണ്ടായിരിക്കാം, ഇതുകൊണ്ടായിരിക്കാം, ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. നോ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിലത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സമയം ഹേർട്ട് ആവുന്നത് വേറെ ഒരാൾ പറഞ്ഞതുകൊണ്ടോ, വേറെ ആളുകൾ സംസാരിക്കാത്തത് കൊണ്ടോ, വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ടോ എന്നുള്ളതല്ല. നിങ്ങൾ ചില സിറ്റുവേഷൻ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളുടെ തോട്ട്സ് ആണ്. ഐ മീൻ ലൈക്ക് നിങ്ങളുടെ തോട്ട്സ് ആണ് ചില സിറ്റുവേഷൻ കൺക്ലൂഡ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട്, സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല സിറ്റുവേഷൻ. സോ അതുകൊണ്ട് ഇന്നത്തെ വരുന്നൊരു 12 hours ടൈം നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട. നിങ്ങളായിട്ട് ഒരു സിറ്റുവേഷൻ ഉറപ്പില്ലാണ്ട് നിങ്ങളുടെ ഉള്ളിൽ ചിന്തിച്ചു കൂട്ടേണ്ട. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഗൈസ്, ട്രസ്റ്റ് മൈ വേർഡ്, മാർക്ക് മൈ വേർഡ്, ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു കാര്യം കമന്റ് ചെയ്യണം. ചില കാര്യങ്ങൾ നിങ്ങൾ I don't know who all need to hear this. ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഇന്റൻഷൻ കൊടുക്കുക. ആൻഡ് വെയിറ്റ് ഫോർ ദി ഡിവൈൻ ടൈം, റൈറ്റ് ടൈം എന്ന് കരുതി വെറുതെ ഒരു പ്ലേസിൽ ഇരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജോബ് ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുക. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ പ്രശ്നമുണ്ട്, ചില ആളുകളുമായിട്ട് നിങ്ങൾക്ക് ചില കോൺഫ്ലിക്റ്റ് ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ഓഫീസിൽ പോവുക, നിങ്ങൾ നിങ്ങളുടെ ജോബ് ചെയ്യുക, ആളുകളുടെ അടുത്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ പ്ലസന്റ് ആയിട്ട് ചിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് സ്മൈൽ നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുക. ഓക്കെ, കാമായിട്ട് നിൽക്കുക, വളരെ ഒരു ലൈറ്റ് സ്മൈൽ എപ്പോഴും നിങ്ങൾ ക്യാരി ചെയ്യുക. ഓക്കെ, സോ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഇന്റേർണലി നിങ്ങൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പോയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ പ്രൊജക്ട് ചെയ്യേണ്ടത് ആ ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യേണ്ടതാണ്. ബിക്കോസ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ വിഷ്കം ട്രൂ സിറ്റുവേഷനിലേക്ക് വരാണ്. ഓക്കെ, സോ ചില റൈറ്റ് സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്, പ്ലസന്റ് സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്, ഹാപ്പി മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് വരുന്ന 12 hours. ഓക്കെ, വാഹനം, ആളുകള്, കോൺവെർസേഷൻ, അത് ഈവൻ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റ്സ് എൻഡ് ആവുന്നുണ്ടായിരിക്കുക, വലിയൊരു റിലീഫ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്ത് കളഞ്ഞ് ഇതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ചില ആളുകളുമായിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പോ, നിങ്ങളുടെ പാർട്ട്ണർ ഓർ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, ഹൂഎവർ ഇറ്റ് ഈസ്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.